എന്താ ഉഷേ ഇന്നൊന്നും എഴുതാൻ സമ്മതിക്കില്ലേ? ഞാൻ അടിച്ചു വാരണ്ടേ? പിന്നെ അടിച്ചു വരാണ്ട് പറ്റും. ഇവിടെയൊക്കെ എന്താ മാറാല? അതോ മാറാല അടിക്കാൻ വരുമ്പോ വേറൊന്ന് പറയും, വേറൊന്ന് പറയുമ്പോ വേറൊന്ന് പറയും. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഉഷയ്ക്ക് ഒരു ന്യായം. പിന്നെ അല്ലാതെ ഞാൻ എന്താ ചെയ്യണ്ടത്? പിന്നെ നേരത്തെ വെള്ളം കോരി വെച്ചാ ആ കോരിയൊക്കെ വെച്ചപ്പോഴാണ് വേറെന്തോ പറഞ്ഞു. അപ്പൊ എനിക്ക് ചുക്കുവെള്ളം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ എന്താ ചെന്ന ഇവിടെ അടിച്ചു വരെ അല്ല ഒരു കാര്യം. ഇതിന്റെ അവസ്ഥ എന്താ? ഇത് ഞാൻ സാരായി മേടിച്ചു കൊണ്ടുവന്ന ഉഷേ. ഞാൻ മിനിഞ്ഞാന്ന് അതിൽ വെള്ളം ഒഴിച്ചു. എപ്പോ? വൈകുന്നേരം. നീ ഒരു കപ്പ് വെള്ളം ഒഴിച്ചോ അതോ സ്പ്രേ ചെയ്യാ ചെയ്ത്? കപ്പ് വെള്ളം ഒഴിച്ചു. സ്പ്രേ ചെയ്യാനല്ലേ എന്നോട് ഞാൻ പറഞ്ഞു. അത് മറന്നുപോയി. ഇങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാ നീ ഇത് മാറാലാട്ടത് കൊണ്ടുപോകണ്ട. മാറാല എടുത്തോ. ഇതെന്ത് തട്ടലാപ്പത്? ഇതങ്ങനെയല്ല. പിന്നെ എങ്ങനെ തട്ടിയിട്ടുള്ള സാധനങ്ങൾ നീ ഇവിടെ ഇടുക? പിന്നെ എന്താ വേണ്ടി? തട്ടിയിട്ടുള്ള ഇവിടെ ഇട്ടിട്ടാണ് എന്റെ ഒരു സാധനം മൂക്കുത്തി നാള് പോയി. അടിച്ചുകോരി കാണാനില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ മൂക്കുത്തി നാള് പോയി തിരയാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് കിട്ടിയില്ല. നോക്കണേ, കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഞാൻ മാത്രം നോക്കിയാൽ പോവാറായി. അപ്പൊ എനിക്ക് ധൃതിയുണ്ട്. ഈ അടിച്ചു വാരി നിലത്തേക്ക് ഇടല്ലേ ചെയ്യണ്ടേ? അല്ല ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഏത് സമയത്ത് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. നീ ഒന്നും വൃത്തിയിലാണ് ചെയ്യണില്ല. എന്റെ ഓഫീസിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത എന്നെ സമ്മതിക്കും അവര് ജീവിക്കാനായിട്ട്. ഞാൻ വന്ന ഭൂതം പോലെ പതുക്കടിക്കണ്ട ഉഷേ. ഇതൊക്കെ നന്നാവാൻ വേണ്ടി പറഞ്ഞത്. എന്താ ഞാൻ ചെയ്യാ? ആരാ പോളിമേൽ അടിച്ചിട്ടുണ്ട്? ഞാൻ പോയി നോക്കണോ? നീ നോക്കൂ. ചേച്ചി നോക്കല്ലേ നല്ലത്. അത് ശരി, എപ്പോഴും ഞാൻ തന്നെ ചെയ്യണ എല്ലാ കാര്യം. അത് ശരി, ഇതാണ് എന്റെ അടിച്ചു വരല്ലേ? എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഓരോടൊക്കെ ഏത് നേരം മൊബൈൽ നോക്കല. ഞാൻ പോയ തക്കത്തിന് മൊബൈൽ നോക്കി. ഈ മൊബൈൽ നോക്കി ഇരിക്കുമ്പോ എങ്ങനെയാണ് ഇവിടുത്തെ പൊടി പോവുക? എങ്ങനെ പൊടി പോവുക? ഈ പാതിരാത്രി അവിടെ എന്തുകൊണ്ടാന്ന് വിചാരം. ഏത് സമയം ഈ മൊബൈല് അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ വരും. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എന്തത്ര അധികം ആൾക്കാർ കാണാനും മൊബൈലും? കാര്യം പറഞ്ഞു ഇന്നെ കാണാനേ ഇഷ്ടംപോലെ ആൾക്കാർ. അതെന്തേ? ഞാനൊരു കുടുംബശ്രീയുടെ പ്രസിഡന്റ്. കുടുംബശ്രീ പ്രസിഡന്റ് അല്ലേ? ഇന്ത്യ പ്രസിഡന്റ് ഒന്നും. ഇന്ത്യ പ്രസിഡന്റ് കൂടാൻ സമയം വേണം. മര്യാദക്ക് ഇന്ന് എന്റെ മൂക്കുത്തി തപ്പിയെടുത്ത് തന്നോളണം. അത് എന്റെ ഉത്തരവാദിത്ത. തപ്പിക്കോ, കണ്ടുപിടിച്ചോ. ഞാൻ പോവാക്ക് എഴുതാണ്ടേ. ഞാൻ അവിടേക്ക് എങ്ങാനും ചൂലും കൊണ്ട് വന്ന ഞാൻ വരും. അപ്പൊ തരാൻ ഞാൻ വരും. എഴുതിയിട്ട് എന്തുട്ടാ കിട്ടുന്നത്? എനിക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന തരാൻ മാത്രല്ല അല്ലേ? അത് ചിലപ്പോ പണിയെടുക്കാത്തവർക്ക് ഉത്തരക്കന്നെ പൈസ. അയ്യടാ, അപ്പൊ ഞാൻ പണി എടുക്കണില്ല. എനിക്ക് മാത്രം പൈസ തരില്ല. അവനവന്റെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അതിന് പകരം എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. എഴുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുക. ശരി, ഞാൻ പോയി എഴുതിട്ട് എന്റെ മൂഡ് കളയാൻ വേണ്ടിട്ടാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ശരി. അപ്പൊ ഞാൻ വരണ്ടേ? പിന്നെ എഴുതുന്നോട് കിടക്കണത് ഞാൻ എവിടെ അവിടെ വരുന്ന കർക്കിടക സംക്രാന്തി വരുന്നതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. വെച്ചൂടെ? എന്താ കഥ? ഇവിടെ മൊത്തം ചേട്ടകളാ. ഈ ഒരു ചേട്ടൻ ഉള്ളപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ പൈസ തന്നിട്ടുണ്ടല്ലോ, ഈ ചേട്ടൻ എങ്ങനെയാണ് ഈ കർക്കിടക സംക്രാന്തിക്ക് തന്നെ ഇതൊക്കെ ചെയ്യണം. എന്താ നിർബന്ധം? അതെ, കർക്കിടക സംക്രാന്തിക്ക് കുറെ കാര്യങ്ങളുണ്ട്. രാമായണം വായിക്കും, മനസ്സിലായില്ല? കർക്കിടക സംക്രാന്തിക്ക് അല്ലല്ലോ രാമായണം. കർക്കിടക സംക്രാന്തിക്കല്ല, കർക്കിടകത്തിന്. പിന്നെന്താ? അത് കഴിഞ്ഞിട്ട് ചോക്കണല്ലേ? ചോക്കണല്ലേ? മൈലാഞ്ചി എന്നല്ലേ പറയാ, ചോക്കണല്ലാന്ന് പറയും. ഓരോരോ വിശ്വാസങ്ങളെ ഒന്നും അറിയില്ല. വലിയ തറവാട്ടമ്മ എത്ര എവിടുത്തെ തറവാട്ടമ്മ എന്ന് വന്നത്? ഞാൻ ഇവിടുത്തെ തറവാട്ടമ്മ തന്നെയാണ്. അതുപോലെ പച്ചല കുറി തൊടും, മുക്കുറ്റി. അത് പറയാൻ പാടില്ല ഈ സമയത്ത്. അത് പറയാൻ പാടില്ല. പേരും പറയാൻ പാടില്ലേ? ഉഷാന്നും പറയാൻ ശരിക്കും പാടില്ല. പിന്നെ കാശ് കിട്ടേണ്ടതല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ പറയാ. കാശ് തരണ്ടേ? പിന്നെ പണി ജീവിപ്പിച്ച മാത്രം പോരാ. ഈ നാവിലേക്ക് പണ്ടേ ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ നാവായത് അറിയാ. അല്ലെങ്കിൽ നാവ് ഞാൻ പച്ചക്കാവാന്ന്. നാളെ അപ്പുറത്തെ വീട്ടിൽ അവര് പറയണോ ഈ ഉഷയുടെ നാവ് തന്നെ വീട്ടിലേക്ക് കയറാൻ. എന്ത് സുന്ദരി, എന്ത് പാവൊക്കെ ആയിരുന്നു അറിയോ? എത്ര നല്ല സുന്ദരി കുട്ടിയായിരുന്നു. എന്ത് പാവായിരുന്നു. വന്നോടുകൂടി എനിക്ക് ചേച്ചിയുടെ കൂടെ കൂടിയോടുകൂടി അടുത്ത വീട്ടിലവരൊക്കെ പറയണ്ട ഉഷ കാരണം ഒരു കഷ്ണം വിറക് എടുക്കാൻ പറ്റില്ല. വിറക് എടുക്കാൻ പറ്റില്ല. അതെ, മുറിച്ചിട്ടത് ഞാനാ. അപ്പൊ ഞാനാ കൂലി എടുത്ത. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് ഇവിടുന്ന് അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല.
ഇത് എനിക്കൊരു സാധനം കൊടുക്കാൻ ഈ പറ്റും. തുണി കൊണ്ട് പോ. ഇല്ല ഞാൻ മടക്കി വെച്ചിട്ട് തന്നെ പോകുന്നു. വേണമെങ്കിൽ കുടുംബത്തെ കാര്യം എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് കാര്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ചൂടി കാര്യം ഉണ്ടാവണ്ടേ. ഇല്ലാത്ത ഏതെങ്കിലും ഒരു ലോകത്തേക്ക് ഞാൻ പോകും. അവിടെ ഇരുന്ന് എഴുതി ഞാൻ വരും. നീ എന്നെ അങ്ങനെ തീരുമാനം കഴുത്ത് പിടിക്കും ഞാൻ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കർക്കിടക സംക്രാന്തിക്ക് പിന്നെ കഞ്ഞി വെച്ച് കുടിക്കും. അതൊന്നും അറിയില്ല. ആ കഞ്ഞിയല്ല, മരുന്ന്. ഒരു കഴിപ്പില്ല, നല്ല സാധനം. ഞാൻ വെച്ചേരാട്ടാ, എന്നിട്ട് നമുക്ക് കുടിക്കാട്ട. നല്ല കാര്യല്ലേ ചേച്ചിയെ, നമുക്ക് അതൊക്കെ കഴിക്കണ്ടേ. ഉശിരി വെള്ളം